ചിലർ സ്വാഭാവികമായിട്ട് ട്യൂൺ ഉള്ളിൽ നിന്ന് വരുന്നു എന്നൊക്കെ പറയും. എനിക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഒന്നല്ല അത്. ഒരു ട്യൂണും അങ്ങനെയല്ല. ഇന്ന് പരിചയപ്പെടുന്നവരെ മറ്റന്നാൾ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഓർക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അവിടെയാണ് ശരിക്കും യഥാർത്ഥ റിലേഷൻഷിപ്പ്. ചില തന്ത വൈബ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ അത്തരം കെട്ടുപാടുകളിൽ നമ്മളുടെ ലൈഫ് പിണഞ്ഞു പോയിരുന്നു. പണ്ടൊക്കെ നമ്മൾ ഇന്നതേ കേൾക്കാം, ഇന്നതാണ് മൂല്യമുള്ളത് എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചിരുന്നു. എൻഡ് ഓഫ് ദി ഡേ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിരിക്കും. ചിലത് ആ സിനിമയ്ക്ക് വേണ്ടി പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആകുക എന്നുള്ള സിനിമയുടെ ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. അകലെയൊരു കാടിന്റെ നടുവിൽ ഒരു പൂവിൽ റെഫറൻസ് തരുമ്പോൾ ഉള്ള അപകടം എന്ന് വെച്ചാല്, റെഫറൻസ് അതിന്റെ ഒരു ഫീലൊക്കെ നമുക്ക് എടുക്കാം, പക്ഷെ അത് തന്നെ അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനെ കോപ്പി എന്ന് പറയുന്നത് അതല്ലേ. മ്യൂസിക് ഇസ് ഓൾ അബൌട്ട് സൗണ്ട് ആൻഡ് സൈലൻസ്. ഒരു സൈലൻസ് കഴിഞ്ഞാലാണ് സൗണ്ടിന് പ്രസക്തി ഉണ്ടാവുള്ളൂ. ഇടുക്കി പാട്ട് തന്നെ ഇവളാണ് മിടുമിടുക്കി എന്നാണ് എഴുതിയത്. അപ്പോൾ ഇവളാണ് മിടുമിടുക്കി എന്ന് പറയുമ്പോൾ താളം ഇവളാണ് 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 മിടുമിടുക്കി. റഫീഖേട്ടന് അരളി പൂക്കും കാവിലേതോ കുരുതി തീരുമ്പോൾ എന്ന് അദ്ദേഹം എഴുതി തന്നിട്ടുണ്ട് ഒരു പാട്ടിൽ. അരളി പൂക്കുന്ന കാവി പടിഞ്ഞാറാണ്, അതിൽ കുരുതി തീരാണ്. പാട്ടിനെ ഒരു ഗായകൻ അല്ലെങ്കിൽ ഗായിക സമീപിക്കുമ്പോൾ they should know the song. എന്തിനെ കുറിച്ച് എന്താണ് ഈ പാടുന്നത്? മാണിക്കച്ചിറകുള്ള മാറത്ത് കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. Yes, Oxygen year-end sale. ഹോം അപ്ലയൻസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ എൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. Hello everyone. മൂവി വേൾഡ് മീഡിയയിലെ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മലയാളം മ്യൂസിക്കൽ ഇൻഡസ്ട്രിയിലെ തന്നെ ഒരു ലെജൻഡ്, മ്യൂസിക് കമ്പോസർ കം പ്ലേബാക്ക് സിംഗർ ബിജിപാൽ സാറാണ്. നമസ്കാരം സാർ, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്, സാറിൻ്റെ ഒരുപാട് പാട്ടുകൾ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനെല്ലാം ഉപരി തന്നെ ഇന്നിങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ സാറിൻ്റെ പാട്ടുകൾ ഇങ്ങനെ ലൂപ്പിൽ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പം മെലഡീസിൻ്റെ ഒരു സെക്ഷൻ, മെലഡീസ് എന്ന് തന്നെ എടുത്തു പറയാൻ പറ്റത്തില്ല, കാരണം ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള മെലഡീസ് തന്നെ നമുക്ക് വേണമെങ്കിൽ എടുത്തു പറയാം. കാരണം ആ ഒരു സെക്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാട്ടുകളിലൂടെയാണ് ആരാധകർ സാറിനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു, കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെട്ടതും. അപ്പം എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടം തോന്നിയ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറയുന്ന സിനിമയിലെ പുലരാൻ നേരം ജനൽവാദിക്കം എന്നുള്ള പാട്ടാണ്. അതിപ്പോൾ ഏതൊരു യാത്രയിൽ പോവുകയാണെങ്കിലും, അതിപ്പം നമ്മൾ ഫാമിലിയുടെ കൂടെ ആയിക്കോട്ടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിക്കോട്ടെ, ഈ ഒരു പാട്ടില്ലാത്തൊരു യാത്രയില്ല. അപ്പം വേറെ പാട്ടുകളൊക്കെ ആണെങ്കിലും ഇടുക്കി എന്നൊരു പാട്ടുണ്ട്, അതുപോലെ തന്നെ മൗനങ്ങൾ. അപ്പം ഇതിനെല്ലാം ഒരു മെലഡീസ് എന്നതിലുപരി ഒരു റിഫ്രഷിങ് ഫീലാണ്, ഒരു കുളിർമയാണ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ കിട്ടുന്നത്. അപ്പം സാറിന് ഈ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു ഒരു അനുഭൂതി, അല്ലെങ്കിൽ ഇതാണോ സാറിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജോണർ എന്ന് പറഞ്ഞ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു മെലഡീസ് എന്ന് പറയുന്നത്? ഇഷ്ടപ്പെട്ട അത് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് ശരിക്കും ഈ സിനിമയിൽ ചെയ്യുമ്പോൾ ഒരു സിറ്റുവേഷൻസ് ആണ്. സിറ്റുവേഷൻസ് അങ്ങനെ ഉണ്ടാവുമ്പോൾ അത് നമ്മൾ ചെയ്തു പോകുന്നതാണ്. പിന്നെ ഇൻസ്പയർ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഈ പോയറ്റ്സും ഒക്കെ ഇൻസ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കും. പിന്നെ ഇപ്പോൾ താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്, എനിക്ക് അങ്ങനെയുള്ള പാട്ടുകൾ ചെയ്യുക, എന്തെങ്കിലും ഒരു സ്മൈൽ കേൾക്കുന്നവർക്ക് ഉണ്ടാകുക, പിന്നെ പെട്ടെന്ന് അസ്തമിക്കാത്ത ഒരു ചെറിയ ചിരി ഉണ്ടാകുക, ഇപ്പം നാളെയും കേൾക്കാൻ തോന്നുക, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാലും കേൾക്കാൻ തോന്നുക എന്ന് പറയുന്ന പാട്ടുകൾ ചെയ്യാനാണ് ഇഷ്ടം. അത് എപ്പോഴും വിജയിച്ചോളണമെന്നില്ല, പക്ഷെ അങ്ങനെയാണ് താല്പര്യം. ഒരു ഇന്നസെൻസ് ആണ് എല്ലാ പാട്ടിലും, ഒരു ഇന്നസെൻസ് ഉണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്നസെൻസിനേക്കാൾ നമ്മൾ ഈ എപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ ഒരു ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണല്ലോ. നമ്മൾ ഇന്ന് കണ്ട് മുട്ടുന്നവരെ, ഇന്ന് പരിചയപ്പെടുന്നവരെ മറ്റന്നാൾ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഓർക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അവിടെയാണ് ശരിക്കും യഥാർത്ഥ റിലേഷൻഷിപ്പ് വരുന്നത്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതൊരു ചെറിയ നിസ്സാര കാര്യമല്ല. അത് ചിലപ്പോൾ ഇത്തരം ഈണങ്ങളിൽ ഡെവലപ്പാകുന്ന റിലേഷൻഷിപ്പ് ഉണ്ടാകും. അപ്പോൾ അത്തരം ഒരു ലോഞ്ചിവിറ്റി എനിക്കിഷ്ടമാണ്, ഇത്തരം കാര്യങ്ങളുടെ ഒരു സ്ഥിരത, ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ അത് ചിലതിൽ വർക്കാവും എന്നുള്ള
അതെന്ന് വെച്ചാൽ നമുക്ക് നല്ല അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കിട്ടണം പാട്ടുകൾ ഉണ്ടാക്കുമ്പോൾ. നമ്മൾ ചെയ്യുന്നതിനെ ഒരു പോസിറ്റീവായിട്ട് സ്വീകരിക്കാൻ തയ്യാറുള്ള സംവിധായകർ വേണം. ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഓരോ സിനിമയിലെയും ഒരു സിറ്റുവേഷൻസ് ആയിരിക്കും ചിലപ്പം സംവിധായകർ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ തരുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പം സാറിൻ്റെ ഫസ്റ്റ് ലാൽജു സാർ എന്ന സാർ ഞാൻ പല ഇൻ്റർവ്യൂസിലും പറയുന്നത് ശ്രദ്ധിക്കേണ്ടായിട്ടുണ്ട്. അതായത് ലാൽജു സാർ എന്നെ ആദ്യം സാറിനെ കണ്ടപ്പോൾ ഒരു ഇന്നൊരു സിറ്റുവേഷൻ ഒന്ന് ട്യൂൺ ഇട്ടിട്ട് വരുമോ, അങ്ങനെയാണല്ലോ പല സംവിധായകരും നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്, അതായത് സംവിധായകരുടെ ഒരു കാഴ്ചപ്പാടുകളും നമ്മളുടെ സംഗീത സംവിധാനത്തെ എത്രത്തോളം അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്? സപ്പോസ് ഇപ്പോൾ ഒരു സംവിധായകൻ നമ്മളോട് ഒരു സിറ്റുവേഷൻ പറഞ്ഞില്ല, ഇങ്ങനെ ഒരു പാട്ട് വേണം എന്നേ പറയുന്നുള്ളൂ, എങ്ങനെയാണ് കൂടുതലായിട്ട് അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ചിലര് കണ്ടീഷൻഡ് ആയിരിക്കും, പ്രീ കൺസീവ്ഡ് ആയിരിക്കും. ഇന്ന പാട്ട് ചിലപ്പോൾ എക്സിസ്റ്റിംഗ് ഒരു തമിഴോ മലയാളമോ മലയാളം പൊതുവെ അവരുടെ റെഫറൻസുകൾ വരാറില്ല, എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ ഹിന്ദിയോ തമിഴോ ഒക്കെ ആയിരിക്കും അവരുടെ തലയിലുള്ളത്. അപ്പോൾ അത് മനസ്സിൽ ചിലർ വയ്ക്കും, പക്ഷെ നമ്മളോട് അത് പറയില്ല. ബട്ട് നമ്മളെ ബ്രീഫ് ചെയ്യും. ബട്ട് ചില സംവിധായകരെന്ന് പറഞ്ഞാൽ അവർ മ്യൂസിക്കൽ മാസ്റ്റേഴ്സ് ഒന്നും അല്ലല്ലോ. അപ്പോൾ അവർക്ക് ഒരു സാധാരണ ആസ്വാദകൻ മാത്രമാണ് അവർ. അപ്പോൾ ആ രീതിയിൽ ബ്രീഫ് ചെയ്യുമ്പോൾ നമുക്ക് ചിലത് കിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഒരു പെർസെപ്ഷനിൽ ആയിരിക്കും ചെയ്യേണ്ടാവുക. പക്ഷെ അവരുടെ ഉള്ളിൽ മറ്റേ റെഫറൻസ് കിടക്കുകയും ചെയ്യുന്നു. മിസ് മാച്ച് വരും. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അത് പലപ്പോഴും മാച്ച് ആവില്ല. അപ്പോൾ പ്രീ കൺസീവ്ഡ് ആകുമ്പോഴത്തേക്കും ഒരു പുതിയൊരു സാധനം സ്വീകരിക്കാൻ ചിലർക്ക് മടിയുണ്ടാവും. എന്നാൽ ഈ റെഫറൻസ് തരുമ്പോൾ ഉള്ള അപകടം എന്ന് വെച്ചാൽ റെഫറൻസ് അതിൻ്റെ ഒരു ഫീലൊക്കെ നമുക്ക് എടുക്കാം, പക്ഷെ അത് തന്നെ അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ അതിനെ കോപ്പി എന്ന് പറയുന്നത് അതല്ലേ. അപ്പോൾ അത് ചിലർക്ക് ഏകദേശം അതേ കിട്ടുന്ന അതേ ഫീല് തന്നെ വേണം. പിന്നെ എക്സിസ്റ്റിംഗ് സോങ്ങുകളുടെ പ്രത്യേകം ചില നമ്മൾ നൂറുകണക്കിന് തവണ കേൾക്കുന്ന ഒരു പാട്ടാണ് വിത്ത് ഫുൾ ഓർക്കസ്ട്ര. അപ്പോൾ കേൾക്കാത്തൊരു ഫ്രഷ് ആയിട്ടുള്ള സാധനം, ലിറിക്ക് പോലും ഇല്ലാതെ ട്യൂൺ മാത്രമായിട്ട് കേൾക്കുമ്പോൾ അത് അബ്സോർബ് ചെയ്യാനുള്ളൊരു എന്താ പറയണേ, ഒരു വൈബ് ഈ സംവിധായകർക്ക് വേണം, അല്ലെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പല രീതിയിലുള്ള ആളുകളായിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. ചിലർ വളരെ റിസപ്റ്റീവ് ആയിരിക്കും, നമ്മൾ ചെയ്യുന്ന എന്തും ഇത് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടായിരിക്കും കേൾക്കുക. ചിലത് അവർക്ക് വർക്കായാലും പറയും. സോ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും. ചിലര് വിമർശന പോലെ ക്രിട്ടിക്കലായിട്ട് കേൾക്കുള്ളൂ, ഇത് ശരിയാവില്ല, അടുത്ത ഓപ്ഷൻ പിടിക്കാം എന്നുള്ള മട്ടിൽ കേൾക്കുന്നത് തന്നെ. അപ്പൊ ഓരോ തരത്തിലാണ് ഓരോരുത്തര്. ഇപ്പം സാറ് പറഞ്ഞല്ലോ, അതായത് ഇപ്പം റെഫറൻസ് ആയിട്ട് ഒരുപാട് പാട്ടുകൾ ഇപ്പം പല സംവിധായകരും കൊണ്ടുവരാറാണ്. അപ്പം ഇതേ ഒരു പാറ്റേണിലെ പാട്ടായിരിക്കും നമുക്ക് വേണ്ടതെന്നായിരിക്കും അവർ പറയുന്നത്. അപ്പം സാർ ഇപ്പം പറഞ്ഞല്ലോ, അതായത് ചിലപ്പോൾ അത് റെഫറൻസ് വരുമ്പോൾ ചിലപ്പം അതേപോലെ ആവാൻ ഒരു സാധ്യത ഉണ്ടോ? അതായത് ഇത് എന്താ പറയുക, ഈ ഒരു പാറ്റേണിൽ തന്നെ വേണം എന്ന് പറയുമ്പം ചിലപ്പോൾ കോപ്പി, അങ്ങനെ പല പാട്ടുകൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. ഒരു പാട്ട് കേൾക്കുമ്പം ഇത് പഴയ ഒരു പാട്ടല്ലേ, അങ്ങനെയൊക്കെ നമുക്ക് ശ്രോതാക്കൾ എന്ന നിലയിൽ അങ്ങനത്തെ കുറെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ? ഇതെന്താ വെച്ചാൽ ഒരു പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചിലപ്പോ ഇപ്പൊ രൂപ് തെരാ മസ്താന, അപ്പൊ അത് ഫ്രേസിംഗ് ആണ് അതിന്റെ അട്രാക്ഷൻ. അപ്പോൾ ആ ഫ്രേസിങ് വന്നില്ലെങ്കിൽ ആ പാട്ടില്ല. സോ അത് കോപ്പി അടിച്ചപ്പോൾ അപ്പം ഞാൻ അതിൻ്റെ കോപ്പി അടിച്ചിട്ട് ചിലപ്പോൾ അത് റെഫറൻസ് നമ്മളൊരു ട്യൂൺ ഉണ്ടാക്കണം. അതേപോലെ ഇപ്പം അവിടെ ട്യൂൺ മാറും. പക്ഷെ ഇപ്പം രൂപ് തെര എന്നുള്ളത് പൂമഴ ഫ്രേസിങ് മാറി. അപ്പൊ അത് ആ ക്യാച്ച് പോവും. നമ്മള് കോപ്പി അടിച്ചുള്ള ചീത്തപ്പേരും വരും, അതിന്റെ ഒരു കൗതുകം കിട്ടുകയില്ല. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരും. കോപ്പി അല്ല, ഒരു റെഫറൻസ് തരിക എന്ന് പറഞ്ഞാല് ഇറ്റ് ഷുഡ് ബി ദ ഫീൽ. ഒരു പാട്ട് തരുമ്പോൾ ആ ഫീലായിരിക്കണം നമ്മൾക്ക്, ആ ഫീലായിരിക്കണം ഈ പാട്ട് തരേണ്ടത് എന്നുള്ളൊരു ഇതായിരിക്കണം റെഫറൻസിന്. അല്ല ട്യൂണായിരിക്കരുത്, ഫീലായിരിക്കണം. അപ്പോൾ അതനുസരിച്ച് പുതിയൊരു സാധനം ചെയ്യുമ്പോൾ അത് എടുക്കാൻ സ്വീകരിക്കാൻ ഒരു മനസ്സും വേണം, അല്ലാതെ അത് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു പാട്ടിന്റെ ഇങ്ങനെ ഒരു റെഫറൻസ് വരുമ്പം അതിന്റെ ഫീല് വേണം എന്നല്ലേ പറഞ്ഞു. അപ്പം അതിന് ലിറിക്സും കൂടെ ആദ്യം നമുക്ക് തരുവാണെങ്കിൽ അത് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യുമായിരിക്കുമോ? അതോ ലിറിക്സ് പൊതുവെ ഇപ്പോൾ ലിറിക്സിന് ട്യൂൺ ഇടുന്ന പരിപാടികൾ വളരെ കുറവാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കാരണം ലിറിക്ക് എഴുതുന്ന ആൾക്ക് ഒരു കൃത്യം വൃത്തം അല്ലെങ്കിൽ ഒരു താളം ഉണ്ടാവും. അപ്പോൾ അത് എല്ലാ വരികൾക്കും ഒരേ താളമായിരിക്കും.
അപ്പോൾ നമുക്ക് മ്യൂസിക് ഇടുമ്പോൾ അതിന് കൂടുതൽ സാധ്യതകളിലേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് ഇപ്പോൾ അകലെയൊരു കാടിൻ്റെ നടുവിൽ ഒരു പൂവിൽ നുകരാതെ പോയ മധുരമുണ്ടോ, അവിടെ വന്നിളവേറ്റ നാട്ടു പെൺപക്ഷിതൻ കഥ കേൾക്കുവാൻ കാതു കാടിനുണ്ടു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ശ്വാസം മുട്ടും നമുക്ക് പാടുമ്പോൾ. അങ്ങനെയാണ് കവിതയുടെ. അപ്പോൾ കവിത എഴുതി കിട്ടുമ്പോഴുള്ള കുഴപ്പം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, അതിനൊരു പ്രീസെറ്റ് ആയിട്ടുള്ള താളം ഉണ്ടാവും. ട്യൂൺ ആദ്യം ഇടുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതനുസരിച്ച് വരികൾ എഴുതി കഴിഞ്ഞാൽ അതിപ്പോൾ ഇളവയിൽ വിരലുകളാൽ ഇലകളിൽ മലരുകളിൽ ചായം തൂകുന്നു ട്യൂൺ ഇടാം. അതിനനുസരിച്ച് വരി എഴുതാം. അപ്പോൾ പല ഫ്രേസുകളും പല മീറ്ററുകളായിരിക്കും, പല ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഒരു അട്രാക്ഷൻ വരും, മ്യൂസിക്കലി ഒരു അട്രാക്ഷൻ വരും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ എപ്പോഴും ട്യൂൺ ഇട്ടിട്ടായിരിക്കും പാട്ട് എഴുതുക. ഇപ്പം നമ്മളുടെ സാറിൻ്റെ തന്നെ പല പാട്ടുകളും ശ്രദ്ധിച്ചിട്ടുണ്ട് ലിറിക്സുമായിട്ട്. ഇപ്പം ലിറിക്സ് ആദ്യം കിട്ടിയെന്ന് തന്നെ വിചാരിക്കാം. അപ്പം നമ്മൾ ട്യൂൺ ഇടാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും എന്ന് പറഞ്ഞു, കുറച്ചും കൂടെ നല്ലതുമായിരിക്കും അത് എന്നാണല്ലോ സാറ് പറഞ്ഞത്. പക്ഷെ ചിലപ്പം നമ്മളൊരു ട്യൂണ് അല്ലെങ്കിൽ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പം ചിലപ്പോൾ എന്തെങ്കിലും ഒരു വരി അധികമായിട്ടോ അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പം നമ്മൾ ലിറിക്സുമായിട്ട് ഒരു നല്ലൊരു സിങ്ക് അവിടെ വേണം. അതായത് ലിറിക്സുമായിട്ട് പറയാം, അതായത് ഞാൻ ഇങ്ങനെ ഒരു നല്ലൊരു മ്യൂസിക് കമ്പോസ് ചെയ്തു, പക്ഷെ ഏതോ ഒരു വരി കുറച്ചൊരു അധികമായിട്ട് വരുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു കോംപ്രമൈസോ എന്തെങ്കിലും അവിടെ, അപ്പൊ നല്ല സിങ്ക് വേണ്ടേ? ഒരു കോംപ്രമൈസോ ചിലപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വരിയായിരിക്കും അത്. നമ്മുടെ ട്യൂണിന് വേണ്ടി ആ ഒരു വാക്ക് കളയുക എന്ന് പറയുന്നത് നമുക്കൊരു സങ്കടമുള്ള കാര്യമായിരിക്കും. അപ്പോൾ ട്യൂൺ നമ്മളത് കുറച്ച് ചേഞ്ച് ചെയ്യും. പക്ഷെ മറിച്ച് ട്യൂൺ നമുക്ക് പ്രത്യേക ഒരു ഹുക്ക് ലൈൻ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ പിന്നെ മാറ്റാൻ തോന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഈ വാക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെയുള്ള സംഭവം വരും. കാരണം ചില ട്യൂൺ ഓറിയൻറ്റഡ് സാധനം, ഇപ്പോൾ ഉദാഹരണത്തിന് ലാ 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 ലാ. ഇതൊരു ട്യൂൺ ഓറിയൻറ്റഡ് ട്യൂണാണ്, അത് മ്യൂസിക്കൽ ഓറിയൻറ്റഡ് ട്യൂണാണ്. അപ്പോൾ അതിനകത്ത് അധികം കോംപ്രമൈസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള ചില ട്യൂണുകളുണ്ട്. അതായത് പ്രേമിക്കുമ്പോൾ ഒരുപക്ഷെ കുറച്ച് ലിറിക്കൽ ഓറിയൻറ്റഡ് ട്യൂണാണ്. ലിറിക്ക് പിന്നെ എഴുതിയതെങ്കിലും യു ക്യാൻ മാനിപ്പുലേറ്റ് ഇറ്റ്, അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ വരി ഒന്ന് കൂടിപ്പോയി എങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ട്യൂണാണത്. സോ അത് അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് ചില പാട്ടുകൾക്ക്. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പാട്ടിന്റെ? ഇടുക്കി പാട്ട് തന്നെ ഇവളാണ് മിടുമിടുക്കി എന്നാണ് എഴുതിയത്. അപ്പോൾ ഇവളാണ് മിടുമിടുക്കി എന്ന് പറയുമ്പോൾ താളം ഇവളാണ് മിടുമിടുക്കി. അങ്ങനെയുള്ള ചില കുറെ പാട്ടുകൾ അങ്ങനെ ചെറിയ ഇപ്പൊ റഫീഖേട്ടനൊക്കെ ആണെങ്കിൽ പറയും വിജയ് അങ്ങ് ചെയ്താൽ മതി എന്ന് പറയും. അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേട്ടനെ കേൾപ്പിക്കും. ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. അങ്ങനെ സംഭവിക്കാറുണ്ട്. സന്തോഷ് വർമ്മയായിട്ട് ഈ കാര്യത്തിൽ ഭയങ്കര സിങ്കാന്ന് സാറ് പറയുന്നത് കേട്ടിട്ടുണ്ട്. സന്തോഷിന് പിന്നെ ഈ മീറ്ററിൽ എഴുതുക എന്ന് പറയുന്ന സന്തോഷിനൊരു പ്രത്യേക ഒരു സ്കില്ലാണ്. അത് വളരെ ഇതായിരിക്കും. വേറെ ഒരു അക്ഷരമോ വാക്കോ കളയാനോ ചേർക്കാനോ ഒന്നും ഉണ്ടാവില്ല. അത്രയ്ക്ക് കൃത്യമായിരിക്കും മീറ്റർ. അതൊരു ചിലർക്കുള്ളൊരു സ്കില്ലാണ്. അപ്പോൾ സന്തോഷിന്റെ അക്കാര്യത്തിൽ പിന്നെ നമുക്ക് വേറെ ചേഞ്ച് ഒന്നും വേണ്ടി വരില്ല. അപ്പം സാറിന്റെ കൂടുതലും സന്തോഷ് വർമ്മ സാറിന്റെ ട്യൂൺ കഴിഞ്ഞിട്ടായിരിക്കും അതോ ലിറിക്സ് എഴുതുന്നത്? അതോ കുറെ മിക്കതും അങ്ങനെ. ഇപ്പൊ എല്ലാരും അങ്ങനെ തന്നെ. മിക്കതും ഇപ്പൊ ചെയ്യുന്ന വർക്കുകൾ മിക്കതും ട്യൂൺ ഇട്ടിട്ടാണ് പാട്ടുകൾ എഴുതുക. അപ്പോൾ അത് ശീലമായി പോയി എല്ലാവർക്കും. ലിറിക് റൈറ്റേഴ്സിന് അതൊരു ശീലമാണ്. അപ്പോൾ ചില പാട്ടുകൾ മാത്രം, ചിലപ്പോൾ ഇടുക്കി പാട്ട് എഴുതി കഴിഞ്ഞിട്ടാണ് ട്യൂൺ ചെയ്തത്. നേരത്തെ പാടി അകലെ ഒരു കാടിൻ്റെ എഴുതിയിട്ടാണ് ട്യൂൺ ചെയ്തത്. അങ്ങനെ പോയറ്റിക് ഒരു കോണ്ടെക്സ്റ്റ് ആണ്. ഒരു നെറേറ്റീവ് ഇതാണെങ്കിൽ എഴുതിയിട്ട് ട്യൂൺ ചെയ്യും. ചിലത് 2 വരി എഴുതിയിട്ട്, ഇപ്പോൾ ആകാശമായവളെ എന്നുള്ളത് പല്ലവി ട്യൂൺ ചെയ്തിട്ടാണ് എഴുതിയത്. ബാക്കി അദ്ദേഹം എഴുതിയിട്ടാണ് ഞാൻ ട്യൂൺ ചെയ്തത്. തുടർച്ചയായിട്ട് പുള്ളിയോട് പറഞ്ഞ് എഴുതിക്കോളൂ, ഞാൻ ട്യൂൺ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പല്ലവി കിട്ടിയപ്പോൾ അദ്ദേഹം ഏകദേശം ഒരു ഐഡിയ കിട്ടി. പുള്ളി അത് ബാക്കി എഴുതി ട്യൂൺ ചെയ്തു.
ഓക്കെ ഓക്കെ. സാറിൻ്റെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇപ്പം പല പാട്ടുകളും നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പം ലിറിക്സിസ്റ്റുമായിട്ടൊരു സിങ്കപ്പ് ഡെഫിനറ്റ്ലി വേണം. അപ്പം ലിറിക്സ് കിട്ടിയിട്ടായിരിക്കുമല്ലോ കൂടുതലായിട്ട് നമ്മൾ ട്യൂൺ ചെയ്യുന്നത്. അപ്പം പല പാട്ടുകളും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഇത് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടോ അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഞാൻ ഇൻ്റർവ്യൂവിൽ കണ്ടപ്പോഴും എനിക്കത് ഉറപ്പായി. അതായത് പല പാട്ടുകളിലും അതിൻ്റെ ഒരു പാട്ടിൻ്റെ ഒരു സ്വഭാവമായിട്ടുള്ളൊരു സ്വാഭാവിക സഞ്ചാരം ഉണ്ടായിരിക്കുമല്ലോ. അപ്പം നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് അവിടെ ഒരു പോസ് വരും, ഒരു ചെറിയൊരു, അത് ഭയങ്കര ചെറുതായിട്ടുള്ളൊരു നിശബ്ദതയായിരിക്കും വരുന്നത്, വളരെ സട്ടിലായിട്ടുള്ളൊരു പോസ്, മൈന്യൂട്ട് സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ. അതിപ്പം പറയുകയാണെങ്കിൽ അതൊരു ആ ഒരു പാട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എത്തുമ്പോഴായിരിക്കും ആ ഒരു പോസ് വരുന്നത്. അതായത് പ്രേമിക്കുമ്പോൾ എന്നുള്ള സോങ്ങിലാണെങ്കിൽ ഇപ്പം മരുവും തീർക്കും ആ ഒരു എനിക്ക് പാടാൻ അറിയാമെന്നെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കായിരുന്നു. അത് മാത്രമല്ല മൗനങ്ങൾ എന്നുള്ളൊരു സോങ്ങിലും ഉണ്ട്, പുലരാൻ നേരം. സാറിന് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. ഒരു വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ആയിരിക്കും ഒരു പോസ് ചെയ്യുന്നത്, പക്ഷെ അതിന് ഭയങ്കര ഒരു ബ്യൂട്ടി ഉണ്ട്. ഇത് സാറിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ശൈലിയാണോ അതോ ഇങ്ങനെ ട്വിസ്റ്റ് വേണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണോ? സ്വാഭാവികമായിട്ട് അങ്ങനെ നമ്മൾ മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോൾ ചിലര് സ്വാഭാവികമായിട്ട് ട്യൂൺ ഉള്ളിൽ നിന്ന് വരുന്നു എന്നൊക്കെ പറയും. എനിക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഒന്നല്ല അത്. ഒരു ട്യൂണും അങ്ങനെയല്ല. നമ്മൾ നോട്ടുകൾ നോക്കി തന്നെ ചെയ്ത് കോയിൻ ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയാണ് എനിക്ക്. ഇപ്പോൾ വരി എഴുതുമ്പോൾ, ഇപ്പോൾ താങ്കളൊരു വരി എഴുതുകയാണെങ്കിൽ, ഒരു കത്ത് എഴുതുകയാണെങ്കിൽ, നമ്മൾ വാക്കുകൾ കൊണ്ട് കോയിൻ ചെയ്യില്ലേ, പ്രിയപ്പെട്ട ഇന്നയാള് സുഖമാണോ, ഇവിടെയും ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ, മറ്റൊരാൾ എഴുതുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, മറ്റൊരു രീതിയിലായിരിക്കും. അതൊരു ശൈലിയാണ്. അതുപോലെ തന്നെയാണ് മ്യൂസിക്കും. ഈ ട്യൂൺ ഇങ്ങനെ വേണം. എന്നുള്ള ട്യൂൺ അങ്ങനെ വേണം. ഇത് നമ്മൾ അങ്ങനെയാണ് വേണ്ടതെന്ന് വിചാരിച്ച് ചെയ്യണം. സോ എല്ലാ ഡിസൈനും നമ്മൾ ഓൺ ചെയ്യണം. വെദർ ഇറ്റ് ഇസ് ഗുഡ് ഓർ ബാഡ്, എനിത്തിങ് ഹാപ്പൻസ് ഇൻ എ സോങ്, അത് നമ്മൾ ഓൺ ചെയ്യണം. നമ്മുടെ ഉടമസ്ഥത അതിലുണ്ട്, ആ ഡിസൈൻ്റെ. സ്വരങ്ങളോ അല്ലെങ്കിൽ ട്യൂൺസോ ഒന്നും പുതിയതൊന്നുമല്ല, പലതും നമ്മൾ വന്നിട്ടുള്ളത്. പക്ഷെ ആ ഡിസൈനാണ് ഒരു മ്യൂസിക് കമ്പോസറിൻ്റെ കോൺട്രിബ്യൂഷൻ. അത് നമ്മളുടെ സ്വന്തം തന്നെയാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് വരുന്നൊരു കാര്യമാണല്ലേ? സ്വാഭാവികമായിട്ട് ഒബ്വിയസ് ആയിട്ട് വരുന്ന ഒരു കാര്യമല്ലെന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ് ഇസ് കോയിൻഡ്, ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് നമ്മൾ അതിന് ഒരു ഒഴുക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സെറ്റ് ചെയ്തിട്ട് കൃത്രിമമായിട്ട് കുറച്ച് ഫ്രേസുകൾ ഉണ്ടാക്കിയിട്ട് അതിന് കൃത്രിമത്വം ഒഴിവാക്കി അതിനൊരു ജെനുവിനിറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്കൾപ്റ്റ് ചെയ്യുന്നതൊക്കെ അങ്ങനെയല്ലേ. നമ്മൾ കൃത്രിമമായിട്ട് മണ്ണോ അല്ലെങ്കിൽ സിമെന്റോ പ്ലാസ്റ്റർ ഓഫ് പാരീസോ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കല്ലേ, എന്നിട്ട് അതിന് സ്വാഭാവികത വരുത്തുകയല്ലേ ചെയ്യുന്നത്. അപ്പം ആദ്യം വെറുതെ ഒരു മണ്ണ് കുഴച്ച് ഇവിടെ കൊണ്ടുവയ്ക്കും. അപ്പോൾ എന്നിട്ട് അതിന് ഷേപ്പ് ഉണ്ടാക്കി അതിന് സ്വാഭാവികത വരുത്തുക ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ ക്രിയേഷനും അങ്ങനെ തന്നെയാണ്. പെയിൻറ്റിങ് ആണെങ്കിലും നൃത്തമാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അത് ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാവും. അതില്ല, അതിൽ നിന്നും പുതിയതായിട്ട് ഉണ്ടാക്കുകയാണല്ലോ. സോ ഇറ്റ് വിൽ ബി അത് കൃത്രിമമായിരിക്കും തുടങ്ങുമ്പോൾ. അതിന് സ്വാഭാവികത, നമ്മൾ ആർട്ടിസ്റ്റിൻ്റെ ടച്ച് എന്ന് പറയുന്നത് അതാണ്, സ്വാഭാവിക കൊടുക്കലാണ്. അതാണ് ആർട്ടിസ്റ്റിക് ടച്ച് എന്ന് പറയുന്നത്. ഇപ്പം പുലരാൻ നേരത്തിലാണെങ്കിലും അങ്ങനെ ഒരു വരിയുണ്ട്, അതായത് ഓടിയരികാരോ വന്നില്ലേ പിന്നെ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ മൗനങ്ങളിലും അങ്ങനെ, അല്ല പല പാട്ടുകളിലും. പക്ഷെ നമുക്കത് ഈ ഒരു പോസ് ഉണ്ടെങ്കിലും അത് സിമിലർ ആയിട്ടും തോന്നത്തില്ല, പക്ഷെ അതിലൊരു ബ്യൂട്ടി ഉള്ളതായിട്ടും തോന്നുന്നുണ്ട്. അത് എന്താ വെച്ചാൽ നമുക്ക് ഈ ഡൈനാമിക്സ് എന്ന് പറയും. നമ്മൾ എല്ലാ കലയ്ക്കും എല്ലാ സംസാരത്തിലും ഈ ഏറ്റക്കുറച്ചിലാണ്, കയറ്റിറക്കങ്ങൾ, അതൊരു ബ്യൂട്ടിയാണ്. എപ്പോഴും ചില പാട്ട് ചെയ്യുമ്പോൾ പറയും ഇത് ഹൈല് നിൽക്കണം എന്ന് പറയും, പല്ല് തുടക്കം തന്നെ. പിന്നെ അനുപല്ലവി എത്തുമ്പോൾ ഹൈല് നിൽക്കുക. ഹൈ എന്ന് പറഞ്ഞാൽ എവറസ്റ്റ് എത്തേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാലേ പിന്നെ കയറാൻ പറ്റുള്ളൂ. അതുപോലെയാണ് നമുക്ക് മ്യൂസിക് ഇസ് ഓൾ അബൌട്ട് സൗണ്ട് ആൻഡ് സൈലൻസ്. അത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. സൈലൻസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സൈലൻസ് കഴിഞ്ഞാലാണ് സൗണ്ടിന് പ്രസക്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊരു തിയറി ആയിട്ട് നമുക്ക് തോന്നുകയാണ്. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ ഇപ്പം ഹൈ പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് റിക്വയർമെന്റ്സ് വരാറുണ്ടല്ലോ. അപ്പം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങനെ പിടിക്കേണ്ടി വന്നിട്ടുണ്ടോ? അതായത്
ഹൈ അത് നമുക്ക് അവർക്ക് ബ്രീഫ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ഒരു ഹുക്ക് ലൈൻ വേണം, അത് ഇച്ചിരി ഹൈ ആയിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഫോർമുല ഉണ്ടല്ലോ. അപ്പോൾ അത് ചില ഹുക്ക് ലൈൻ ആയിരിക്കും ചിലപ്പോൾ ഇത് ഹൈ എന്ന്. ഇപ്പോൾ അല്ലാ അല്ലാ മേരെ അല്ലാ അതൊരു ഹൈ. അപ്പോൾ ഒരു പല്ലവി കഴിഞ്ഞിട്ട് ഇത് വരുന്നു, അനുപല്ലവി കഴിഞ്ഞിട്ട് സെയിം ഇങ്ങനെ വരുന്നു. അതൊരു കോളാണ്. ഒരു പാട്ടിന് ഒരു ഡെസ്റ്റിനിയിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയാണത്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ലൈലാകമേ എന്ന പാട്ടുണ്ട്, രാഹുലിൻ്റെ പാട്ട്. അപ്പം അങ്ങനെ അതൊരു ഫോർമുലയാണ്. ചില പാട്ടിന് ഒരു ഹൈ കൊടുക്കുക, പാട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു, ഇനി വരൂ വിൽ ഗോ, അല്ലെ തന്തീനത്താനേ താ അങ്ങനെ പോകും. അപ്പോൾ അതൊരു ഹുക്ക് ലൈനാണ്. അത് അവർ പറയുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ ചെയ്യും. ചില പാട്ട് നമുക്ക് തന്നെ തോന്നിയത് ചെയ്യും. സോ അവർക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെടും. സാറിന് പേഴ്സണലി എങ്ങനത്തെ പാട്ടുകൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇഷ്ടം? എങ്ങനത്തെ പാട്ട് കമ്പോസ് ചെയ്യാൻ? ഞാൻ നേരത്തെ ഇപ്പൊ താങ്കൾ ചോദിച്ചല്ലോ, അങ്ങനത്തെ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. അതില് ടെമ്പോ സ്പീഡൊന്നും ഒരു വിഷയമല്ല. ചിലപ്പോൾ സ്പീഡ് കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ മീഡിയം ടെമ്പോ ആയിരിക്കും. കുറഞ്ഞാലും കൂടിയാലും ഇതായാലും അതിൽ നമ്മൾ ഈ ഋതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേസില്ലേ, സ്പീഡിൻ്റെ അമിത ഇതുകൊണ്ട് ആ പാട്ടിനെ ബാധിക്കാത്ത രീതിയിൽ അതിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. ആ വരിയിലൂടെയും ട്യൂണിലൂടെയും അതിൻ്റെ ട്രിക്ക് ഒരു പസിൽസ് ഉണ്ട്. ട്യൂണ് നമ്മൾ ഇടുമ്പോൾ ഒരു പസിലുണ്ട്. ഇപ്പൊ നെഞ്ചും നീലാകാശം, ആകാശം നെഞ്ചത്താണ് ആകാശം. അപ്പൊ ആകാശം അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, എന്റെ നെഞ്ച് ആകാശമാകണം. സോ ഇവിടെ തന്നെയാണ്. സോ ഇങ്ങോട്ട് തന്നെ വരും. ഇപ്പൊ നെഞ്ചല്ലെങ്കിൽ അങ്ങോട്ട് തന്നെ പോയേനെ. നീലാകാശം നെഞ്ചിലെ നീലാകാശം, നെഞ്ചം നീലാകാശം ചുരുങ്ങുവാണ് നെഞ്ചിലേക്ക് ആകാശം. അപ്പൊ അങ്ങനെയൊക്കെ കോൺസെപ്ച്വലി ചെയ്യാൻ പറ്റുക, അങ്ങനെ ആലോചിപ്പിക്കുക ആൾക്കാരെ കൊണ്ട്. എല്ലാം കിട്ടണമെന്നില്ല. ശരി, കിട്ടണമെന്നില്ല. കാരണം സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, മ്യൂസിക് എന്ന് പറഞ്ഞൊരു അബ്സ്ട്രാക്ട് പെയിന്റിംഗ് പോലെയാണ്. അങ്ങനെ ആവാം, കിട്ടണമെന്നില്ല. ചിലർക്ക് കണക്ട് ആവും, ചിലർക്ക് ഈ വരിയും കൂടി വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യണം എന്നുള്ളത് കുറച്ചൊക്കെ ആൾക്കാർക്ക് കിട്ടും. ഈ വരിക്കനുസരിച്ച് ഇങ്ങനെ കൊള്ളാം, ഇങ്ങനെയാണ് ചെയ്തത്, തിരികെ ഞാൻ വരണമല്ലോ, തിരികെ വരും. അപ്പൊ അങ്ങനെ നമ്മൾ ആലോചിച്ച് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ചിലത് കിട്ടും. അതായത് ഇപ്പൊ സാഹിത്യത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതാണ് സാറ് പറഞ്ഞത്. ഇപ്പം സാർ ഇപ്പൊ കമ്പോസ് ചെയ്യണല്ലോ, ഇപ്പം സാഹിത്യപരമായിട്ടൊക്കെ ചിന്തിച്ച് ആയിരിക്കും സാറ് കമ്പോസ് ചെയ്യുന്നത്. അതായത് നമ്മളെ ശ്രോതാക്കൾക്ക് അത് ഫീൽ ചെയ്ത് അത് കേൾക്കണം എന്നുള്ളൊരു മൈൻഡോട് കൂടിയാണ് നമ്മൾ കമ്പോസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളത് പാട്ട് പാടി നമ്മൾ ഫലിപ്പിക്കുക എന്ന് പറയുന്നതും അതിനും സാഹിത്യത്തിന് ഇമ്പോർട്ടൻസ് ഇല്ലേ? അതായത് പാട്ടുകാർക്കും സാഹിത്യത്തിനോട് അത്രയും ഒരു വേണ്ടേ? വേണം, ഉറപ്പായിട്ടും. പാട്ടുകാർ ബേസിക്കലി ഭാഷ ഇല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല. പക്ഷെ ഒരു ഐറണി എന്താ വെച്ചാല്, പാട്ടിലെ വരികളുടെ പിന്നാലെ ആരും പോകാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഐറണി. പാട്ട് എന്തിനു വേണ്ടിയാണോ ഇത് ചെയ്യുന്നത്. ഇപ്പൊ അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് 4 കുട്ടി മുറുക്കി നടക്കണതാരാണ് എന്നുള്ള എന്താണ് ആ വരിയുടെ അർത്ഥം എന്ന് ചോദിച്ചാൽ പലർക്കും ഈ പാടുന്നവർക്കും അറിയില്ല. അന്തിക്കടപ്പുറത്ത് ഓലക്കൂടെ എടുത്ത് 4 കൂട്ടി മുറുക്കി നടക്കണ ആരാണ്? ഞാനല്ല, പരുന്തല്ല, ഇതല്ല, ചെമ്മാനം വാഴ തുറയരയാൻ ആരാണത്? സൂര്യനാണ്. അല്ല, സൂര്യൻ നടക്കുവാണ്. അങ്ങേ കടലിൽ പള്ളി ഉറങ്ങാൻ മൂപ്പര് പോണതാണ്. 4 കൂട്ടി മുറുക്കി നടക്കണ ചുമന്ന് തുപ്പുമ്പോ അവിടെ സൺസെറ്റാണ്. ആ ഇമേജറി ഇപ്പൊ പാടുന്നവർക്ക് അത് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടല്ലോ, അത് ഇത് തന്നെ ഉണ്ടല്ലോ, പഴയ കിഴക്ക് ചെന്തങ്ങിൽ മുറുക്കി തുപ്പിയതാരാണ്. അത് ഇതേപോലെ സബ്ജക്റ്റാണ്, ഈ മുറുക്കി തുപ്പുക. റഫീഖേട്ടന് അരളി പൂക്കും കാവിലേതോ കുരുതി തീരുമ്പോൾ എന്ന് അദ്ദേഹം എഴുതി തന്നിട്ടുണ്ട് ഒരു പാട്ടിൽ. അത് അരളി പൂക്കുന്ന കാവി പടിഞ്ഞാറാണേ, അതിൽ കുരുതി തീരാണ്. എന്തോ ഒരു കുരുതി എന്ന് പറയില്ല നമ്മള്, ചോര, ഇത് ഒരു കുരുതി തീരുകയാണ് അവിടെ, ചോര ചീന്തി കിടക്കുകയാണ്. അത് മറ്റൊരു ഇമേജറി. നമുക്ക് അങ്ങനെ വരികൾ ഫോളോ ചെയ്യാൻ പറ്റണം. പാട്ടുകാർ പൊതുവെ ചിലരൊക്കെ ഉണ്ടല്ലെന്നല്ല, പക്ഷെ പൊതുവെ ഇതെന്താ ഈ പറയണത്, ട്യൂൺ പാടാനൊരു ടൂൾ മാത്രമാണ് വരികൾ പലർക്കും. അതല്ല, ഭാഷ ഒന്ന് ഫോളോ ചെയ്താലും നല്ല കുറച്ചും കൂടി
ഹാർട്ടി ആയിട്ട് പാടാൻ പറ്റും, കുറച്ചും കൂടി ഓതന്റിക് ഫീൽ ആയിട്ട്. അപ്പം സാർ ഇപ്പം പാട്ടുകാർക്കിപ്പം നമ്മൾ കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ സാഹിത്യപരമായിട്ടൊക്കെയാണോ കുറച്ചൊക്കെ ഗൈഡൻസ് നമ്മൾ നൽകുന്നത്? കൊടുക്കും, പറഞ്ഞു കൊടുക്കും. പറ്റണ പോലെയൊക്കെ പറഞ്ഞു. പിന്നെ പാട്ടുകാരെ കൊണ്ട് നമുക്ക് പാടിച്ച് നമ്മളുടെ ഇഷ്ടത്തിന് പാടിച്ചെടുക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ പറഞ്ഞ് പാടി റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെയാണ് പാടുന്നത്, അങ്ങനെ ക്യാരി ചെയ്യാണ് ചെയ്യുന്നത്. ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള രീതിക്ക് അപ്പുറത്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു പാട്ടിനെ ഒരു ഗായകൻ അല്ലെങ്കിൽ ഗായിക സമീപിക്കുമ്പോൾ ദേ ഷുഡ് നോ ദ സോങ്, എന്തിനെക്കുറിച്ച് എന്താണ് ഈ പാടുന്നത്. ഞാൻ ഇപ്പോൾ സൂര്യകാന്തി സ്വപ്നം കാണുവതാരെ, സൂര്യകാന്തി പൂവിനോട് ചോദിക്കുകയാണ്. അപ്പൊ അത് ഒരു അതറിയണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നമുക്കിപ്പം സാഹിത്യപരമായിട്ട് പാടുന്നതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഫീൽ ചെയ്തൊരു പാട്ടാണ് ഇടുക്കി എന്ന് പറഞ്ഞത്. പല ഇന്റർവ്യൂസിലും സാറ് പറഞ്ഞ് മടുത്തൊരു കാര്യം തന്നെ ആയിരിക്കണം. അതായത് ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പം നമ്മൾ എവിടെയാണെങ്കിലും, നമ്മളിപ്പോൾ എറണാകുളത്താണെങ്കിലും ട്രിവാൻഡ്രത്താണെങ്കിലും നമ്മൾ മൈൻഡ് കൊണ്ട് ഇടുക്കിയിൽ അങ്ങ് എത്തിക്കഴിയുമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഇടുക്കിയിലെ ആ ഒരു പച്ചപ്പ്, ആ ഒരു ഗ്രീനറി, അവിടുത്തെ മണ്ണിന്റെ ആ ഒരു മണം, ഇതൊക്കെ ആ ഒരു പാട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ആ ഒരു ഫീല് അത്രയ്ക്ക് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. അതിന് എസ്പെഷ്യലി എൻ്റെ ഒരു കോറസ് ആണ്, ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, അതാണ് അതിന് കുറച്ചും കൂടി ഒരു ജീവൻ നൽകിയതായിട്ടും തോന്നുന്നുണ്ട്. അപ്പം പ്രത്യേകിച്ച് അങ്ങനത്തെ പാട്ടുകളൊക്കെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ യുവതലമുറ നന്നായിട്ട് സ്വീകരിക്കുന്ന പോലെ സാറിന് തോന്നുന്നുണ്ടോ? കാരണം അത്രയും അധികം ആൾക്കാർ അതിനെ സ്വീകരിച്ചു കഴിഞ്ഞായിരുന്നു. സ്വീകരിക്കുന്നുണ്ട്. പുതിയ തലമുറയുടെ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് പലരും. ബട്ട് അവരുടെ ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത്, അവരുടെ റിസെപ്റ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ വൈഡാണ്. എന്തും അവർ കേൾക്കും, എന്തും കേൾക്കും. അവരുടെ ചിലപ്പോൾ ഒരു ലോങ് റണ്ണിൽ അവരുടെ പ്ലേലിസ്റ്റ് ഇത്തരം മെലഡീസും ഒരു നൈറ്റ് റൈഡിങ് സ്വീറ്റ് സോങ്സും ഒക്കെ ആയിരിക്കും. എന്നാൽ യൂസ് ആൻഡ് ത്രോ പാട്ടുകൾ അവർ കൂടുതൽ ചിലപ്പോൾ കേൾക്കും. അപ്പോഴത്തെ ഹാപ്പനിങ് ചിലപ്പോൾ ഒരു ഹിപ്പ് ഹോപ്പ് സോങ്, അങ്ങനെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാട്ടുകൾ അവർ കേൾക്കും. അപ്പോൾ അത് അവരാണ് കൂടുതൽ പാട്ടുകൾ കേൾക്കുന്നത്, അവരാണ് കൂടുതൽ കാഴ്ചകൾ കാണുന്നത്. നമ്മൾ ഇപ്പം എൻ്റെയൊക്കെ കാര്യം എന്ന് പറയുമ്പോൾ കോളേജ് സമയത്തോ അല്ലെങ്കിൽ സ്കൂൾ ടൈമിലോ നമുക്ക് പരിമിതിയുണ്ട് കേൾക്കാൻ. റേഡിയോ, ടേപ്പ് റെക്കോർഡർ തീർന്നു. CD പ്ലെയറൊക്കെ എൻ്റെ കോളേജ് ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് CD പ്ലെയറൊക്കെ വരുന്നത് തന്നെ. അപ്പോഴും ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റണമല്ലോ. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ലോകത്ത് എന്തും കേൾക്കാം അല്ലേ, ഒരു ഇൻ്റർനെറ്റ് ഫ്രീ ആണ് ഓൾമോസ്റ്റ്. അപ്പോൾ ഇപ്പോൾ ലോകത്ത് എല്ലാ സംഗീതവും കേൾക്കാം നമുക്ക്. പണ്ടങ്ങനെയല്ല, അത് കുറച്ച് എക്സ്പെൻസീവാണ് ആ സമയത്ത്. അപ്പോൾ അതിൻ്റെ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പഴയ ഈ നമ്മൾ ചില തന്ത വൈബ് എന്നൊക്കെ പറയില്ലേ, അപ്പം അത്തരം കെട്ടുപാടുകളിൽ നമ്മളുടെ ലൈഫ് പിണഞ്ഞു പോയിരുന്നു. പണ്ടൊക്കെ നമ്മൾ ഇന്നതേ കേൾക്കാം, ഇന്നതാണ് മൂല്യമുള്ളത് എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചിരുന്നു. ഒരു സിസ്റ്റം നമ്മളെ പഠിപ്പിച്ചിരുന്നു. ഇതാണ് നല്ല ഇന്ത്യൻ സംഗീതത്തിൻ്റെ അത്രയും ലോകത്ത് വേറൊന്നുമില്ല. ഓക്കെ, ഇന്ത്യൻ സംഗീതം വളരെ നല്ലതാണ്. ലോകത്ത് പല സ്ഥലങ്ങളിലും മഹത്തായ സംഗീത പാരമ്പര്യമുള്ള എത്രയോ സ്ഥലങ്ങളുണ്ട്, എത്രയോ ജോണേഴ്സ് ഉണ്ട്. അപ്പം അത് നമ്മൾ അത് കേൾക്കാതെ പോയി. ഇതാണ് വലുതെന്ന് പറഞ്ഞിട്ടേ. അപ്പം ഇത് വലുത് തന്നെയാണ്, ഒപ്പം വലുതുകളായ പലതുമുണ്ട് എന്ന് അറിയുന്നുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ. അതാണ് വ്യത്യാസം. സോ they will listen to anything. അപ്പോൾ അങ്ങനെ ഒരു പരിമിതിയൊന്നുമില്ല. അതിന്റെ ഏറ്റവും ഒരു എക്സാമ്പിൾ ആണ് എനിക്ക് തോന്നുന്നു 2013-15 ഇറങ്ങിയതാണെന്നാണ് തോന്നുന്നത്, മാണിക്യ ചിറകുള്ള, അതായത് ഇടുക്കി ഗോൾഡിലെ. അതെ, അതെന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് പ്രേക്ഷക പ്രീതി ഇല്ല എന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. നല്ല വൈഡ് റേഞ്ച്, നല്ല മാഗ്നിറ്റ്യൂഡ് തന്നെ സ്വീകരിച്ചു. ഇപ്പോഴത്തെ അത്രയും നമ്മളുടെ കരുണ എന്ന് പറഞ്ഞൊരു KMF നമ്മളുടെ ഒരു ഫെസ്റ്റിവലാണ്, ഒരു ചെറിയ 1 day കൺസേർട്ട്. അതിൽ നമ്മൾ ലൈവായിട്ട് പാടിയപ്പോഴാണ് പ്രേമിക്കുമ്പോൾ ഇത് പിന്നീട് വീണ്ടും അതൊരു ഇത് വന്ന് ഇതുപോലെ തോന്നിയത്. അങ്ങനെ ഓരോ ഘട്ടമുണ്ട് ഓരോ പാട്ടിന്. പിന്നെ അതൊക്കെ ഇപ്പോൾ കുട്ടികളാണ് കൂടുതൽ പാടുന്നത്. ചെറിയ പയ്യന്മാർ ഗിറ്റാറൊക്കെ വായിച്ച് പാടുന്നു, ഓരോ ക്യാമ്പിലും ഓരോ ഇതിലൊക്കെ പാടുന്നു. ചില പാട്ടുകൾ ഇപ്പോൾ പുലരാൻ നേരമാണെങ്കിലും കുട്ടികളാണ് പാടുന്നത്. പിന്നെ മറ്റേ മാണിക്യച്ചിറകുള്ള, പിന്നെ കാണാമുള്ള ഉൾനീറും എന്ന് പറഞ്ഞിട്ടൊരു സോൾട്ട് ആൻഡ് പെപ്പറിലെ പാട്ട്, അതൊക്കെ എത്രയോ റീലുകൾ ഇപ്പോൾ വരുന്നു. അപ്പൊ അത് കുട്ടികൾക്ക് അങ്ങനെയൊന്നും ഇല്ല ശരിക്കും.
സാറ് പറഞ്ഞത് കമ്പോസേഴ്സ് മെറ്റലിനെ പറ്റിയായിരുന്നു. അതെ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഈവൻ എൻ്റെ കുറേ സുഹൃത്തുക്കളാണെങ്കിൽ പോലും ഈ പാട്ട് നമുക്കറിയാം, ഇഷ്ടമുള്ള പാട്ടാണ്. പക്ഷെ ഇതിന് ഇത്രയും, അതെനിക്ക് തോന്നുന്നു കമ്പോസറിൽ നിന്ന് വന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, അതിന് ഇത്രയും ഒരു മാധുര്യവും ഇത്രയും ഒരു ഫീൽ, ഇത്രയും ഒരു ബ്യൂട്ടി ഉണ്ടെന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലായത്. മാണിക്യച്ചിറകുള്ള ചില വേദികളുടെയും കൂടി പ്രത്യേകത, നമ്മള് ഒരുപക്ഷെ കേൾക്കുന്ന ആംബിയൻസ് നമ്മളെ ഒരുപാട് അത് കോംപ്ലിമെന്റ് ചെയ്യും, അല്ലെങ്കിൽ തകർക്കും. അതെ, ഒരു കമ്പോസർ തന്നെ നമ്മളൊരു പാട്ട് പാടുവാണെങ്കിൽ കുറച്ചും കൂടെ അതിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? ഒരു കുറെ അത് പക്ഷെ ഒരു ക്ലോസ്ഡ് ഇതാണെങ്കിലായിരിക്കും അത് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഒരു നമ്മുടെ ക്ലോസ്ഡ് ലിസണേഴ്സ് ആണെങ്കിൽ മേ ബി ഒരു 100 പേര്, അവരോട് നമ്മൾ ഇത് ഒരു ഒറേറ്റ് ചെയ്ത് പറയുക, ഇതെങ്ങനെ ഉണ്ടായത് ഈ പാട്ട് ഇങ്ങനെ. ഇപ്പോൾ മാണിക്കച്ച ഇപ്പോൾ കണ്ടു വീശും കാറ്റിൻ വീറും, കണ്ടേ ഇരുളുലാവും ഉലാത്തും വഴികളും, മാനോടുന്നുണ്ട് തേൻ കൂടുന്നുണ്ട് കിളികൾ പലതുണ്ട് എന്നൊക്കെ പറയുന്നത് എക്സ്പ്രസീവായിട്ട് പറഞ്ഞ് പാടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കിളികൾ പലതുണ്ട് എന്ന് പറയുമ്പോൾ പാട്ട് കേവലം വരിക, കിളികൾ പലതുണ്ടല്ലോ, കാടേറാൻ വാ വരൂ, കാട്ടിൽ പോവാന്ന് പറയുന്ന നമുക്ക് അത് പറഞ്ഞ് പാടി പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ ചില ഘട്ടങ്ങളിൽ അത് രസമായിരിക്കും. സാറിന് മാണിക്യച്ചിറകുള്ള രണ്ടുപേരും പാടാൻ. മാണിക്യച്ചിറകുള്ള മാറത്ത് കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി, കാടുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി, ആകാശപ്പുഴ നീന്തി കുതിച്ചു പോയി, ഏഹേ കണ്ടു മലനീര, ഓഹോ കണ്ടു താഴ്വര, മാമരം കണ്ടേ ചോല കണ്ടേ, ഇലകൾ കണ്ടേ കായ്കളും, ഓ തന്തീനത്താനേ താനാനേ തന്തീന താനിന്നാനിന്നാനേ. താങ്ക് യു സോ മച്ച് സാർ. തീർച്ചയായിട്ടും ആ ഒരു കാടിൻ്റെയും ആ മലയുടെ എല്ലാം, പ്രത്യേകിച്ച് സാർ മുമ്പേ പറഞ്ഞ പോലെ ഹൈ ഒക്കെ പോകുമ്പോൾ നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു മലയിൽ കയറുന്ന പോലൊക്കെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പം സാറിന് ഇപ്പം ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സുഹൃത്ത് വലയങ്ങളിലൊക്കെയാണ്, ഇപ്പം ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും കൂടുതലൊരു ഫ്രണ്ട്ഷിപ്പിനെയൊക്കെ പോർട്രേ ചെയ്യുന്ന ഒരുപാട് ഫോട്ടോസിനൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കൊടുക്കാമല്ലോ. അപ്പം അപ്പോഴൊക്കെയാണ് ഈ ഒരു പാട്ട് നമ്മൾ കൂടുതലായിട്ട്, പ്രത്യേകിച്ച് സുഹൃത്തുക്കളുമായിട്ട് ഒരു യാത്രയൊക്കെ പോകുമ്പോഴാണ് കൂടുതലായിട്ട് ഈ ഒരു സോങ്, അതിൻ്റെ ആ ഒരു ഈ ഒരു ഇവിടെ നിന്നത് ഇവിടെ എത്തിയെന്ന് തന്നെ നമുക്ക് പറയണം. കാരണം ഈ ഒരു കാലം മാറിയപ്പം ആ ഒരു ചേഞ്ച് ശരിക്കും നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം സാറിന് ഏതെങ്കിലും ഒരു വർക്ക് ഉണ്ടോ സാറ് അത് കമ്പോസ് ചെയ്ത സമയത്ത് സാറിൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന, ഈ ഒരു എല്ലാ പാട്ടുകളും ഉണ്ടായിരിക്കും, ഓഫ് കോഴ്സ് ഒരെണ്ണം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ഏതെങ്കിലും 1-2 വർക്ക്സ് ഉണ്ടോ മനസ്സിനോട് കുറച്ചും കൂടെ അധികം, എന്തെങ്കിലും അതിൻ്റെ സ്റ്റോറിയോ എന്തെങ്കിലും ഉണ്ടോ ഷെയർ ചെയ്യാനായിട്ട്? അത് ഓരോ പാട്ടിനും ഓരോ കഥകളുണ്ടാവും. അപ്പൊ എല്ലാത്തിനും ഒന്നുമില്ല, ചിലപ്പോൾ അവർ പോലെ ചെയ്തു പോകുന്ന പാട്ടുകളുണ്ടാവും. നമുക്ക് മാനസികമായിട്ടും ചിലപ്പോൾ ആ കമ്പനി നമുക്ക് അത്രയ്ക്ക് ഇൻഫ്ലുവൻസിങ് ആവണമെന്നില്ല, ഇൻസ്പയറിങ് ആവണമെന്നില്ല. പക്ഷെ അല്ലാതെ ഇരിക്കുന്ന ഓരോ പാട്ടിനും ഓരോ രസകരമായ ഇൻസ്റ്റൻസ് അല്ല, ആ ഇരിപ്പ് രസകരമായിരിക്കും. അതൊരു പ്രത്യേക ഒരു ഹാപ്പനിങ് പറയാൻ പറ്റാത്ത രീതിയിൽ ഒരു രസമുള്ളൊരു ഇരിപ്പായിരിക്കും. നമ്മൾ ചിലപ്പോൾ ആ വരി കേട്ട് ഇങ്ങനെ കോരിത്തരിക്കും, അല്ലെങ്കിൽ വരി തുടർച്ചയായി പാടി നമ്മൾ കൊതി തീരാതെ പാടും. ചില അങ്ങനെയുള്ള വരികളുണ്ടാവും. അപ്പോൾ അത് ഒരു ഇൻസ്റ്റൻസ്, ഒരു എന്താ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ചില പാട്ടിപ്പോൾ ചില ശ്രദ്ധിക്കപ്പെടില്ല പാട്ട്, ചില പാട്ടുകൾ. ഇപ്പോൾ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന് പറഞ്ഞ സിനിമയുണ്ട്, അതിൽ ഒരു പാട്ട് ചെയ്തിട്ടുള്ളത് ഒരു പുഴയരികിൽ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അത് ആരും അധികം കേൾക്കാത്തൊരു പാട്ടാണ്. ബട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്, വളരെ വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. റഫീഖേട്ടൻ എഴുതിയത്. ഒരു പുഴയരികിൽ ചെറുതണലുകളിൽ നിന്നിടാമൊരു നിമിഷം എന്നൊരു പാട്ടുണ്ട്. അത് ആ സിറ്റുവേഷൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എഴുതിയത് ഒരു വരി പോലും അതിനകത്ത് കളയാനില്ലാത്ത രീതിയിലാണ് അത് എഴുതിയത്. ഒരു ഏകാഗിയ ഒരു ഹോം മേക്കറായിട്ടുള്ള ഒരു ലേഡി പാടുകയാണ്, അവര് ഒരു വേദിയിൽ പാടുകയാണ്. അത് ആകസ്മികമായിട്ട് ഇങ്ങനെ സബ്ജക്റ്റായിട്ട് വരുന്നു, ഒരു ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ പഴയ ഓർമ്മകൾ ഇരച്ചേറി വരുന്നു. പണ്ട്
കാണാതെ കരുതിയ തരിവളതൻ ചിരികളാ പടവിലുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പണ്ട് ചിരിച്ച് ഇട്ട തരിവളയുടെ കഷ്ണങ്ങളെങ്ങാനും ഈ പടവിലുണ്ടോ എന്നൊരു ഏകാഗിയായ ഒരു ലേഡി പിന്നീട് ഒരു 40-45 വയസ്സിലൊക്കെ ചോദിക്കുന്ന ചോദ്യം, അങ്ങനെ വരികൾ കൊണ്ടും ഒക്കെ രസമുള്ളൊരു പാട്ടാണ്. അങ്ങനെ ചില പാട്ടുകളുണ്ട് അങ്ങനെ. അതേപോലെ ഒരു പാട്ടാണ് ആർട്ടിസ്റ്റിലെ പാട്ടും, അത് അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. ഇളവയിൽ വിരലുകളാൽ, അതും അത് പിന്നെയും കുറച്ചും കൂടി ഒരു ഇടയ്ക്കെങ്കിലും ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ പാട്ടുകൾ സാറ് കമ്പോസ് ചെയ്യുമ്പം വേണ്ടത്ര ഒരു ശ്രദ്ധ നേടാത്തപ്പം എന്തെങ്കിലും ഒരു വിഷമം തോന്നാറുണ്ടോ? വിഷമം തോന്നലൊന്നുമില്ല, അതൊക്കെ അതിന്റെ ഫേറ്റ്. കാരണം ഞാൻ എനിക്ക് കേൾക്കാൻ വേണ്ടിയാണ് പാട്ട് ചെയ്യുന്നത്. പിന്നെ എൻ്റെ വല്ല അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ആൾക്കാരെ കേൾക്കും, അത്രേ ഉള്ളൂ. അത് ബാക്കിയുള്ളവരും കേൾക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടം. അവർക്ക് യോഗമില്ലെങ്കിൽ കേൾക്കില്ല, അവരുടെ നഷ്ടം. കുറെ ചിലതെങ്കിലും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ചില പാട്ടുകളെങ്കിലും തുടങ്ങി വെച്ച് അവര് ഈ പറഞ്ഞ പോലെ സിനിമയാണെങ്കിൽ അവര് സമ്പൂർണ്ണമായിട്ട് നമ്മൾ കൂടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം. റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ മാസ്റ്റർ ചെയ്ത് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കേൾക്കും, പിന്നെ കുറച്ച് നാൾ കേൾക്കില്ലായിരിക്കും, പിന്നെ എപ്പോഴെങ്കിലും വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ അത് കേൾക്കും. അപ്പോൾ ഒരു രസം, നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും. അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് സാറ് ഇത് ഒരു ഓക്കെ സോങ് ആണ്, നല്ലൊരു പാട്ടാണ്, പക്ഷെ അത് വിചാരിച്ചതിലും കൂടുതലൊരു പുലരാൻ നേരമൊക്കെ 5 മിനിറ്റിൽ എടുത്തിട്ടില്ല അതൊന്നും ചെയ്യാനായിട്ട്. അത് പെട്ടെന്ന് ചെയ്ത ഒരു പാട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ പാട്ടുകളുണ്ട്, കുറെ പാട്ടുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. വിചാരിച്ചതിലും ഒരു മാഗ്നിറ്റ്യൂഡ് അത് കിട്ടിയിട്ടുണ്ട് ശരിക്കും. എന്നാൽ അതിനകത്ത് വേറൊരു പാട്ട്, ശിലയുടെ മാറിലെ നീരിൻ ചാലായി ഇരുളല വാതിലിൽ വെള്ളിക്കീറായി എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ്റെ ഒരു പാട്ടുണ്ട്. അത് കുറച്ചും കൂടി സമയമെടുത്ത് ചെയ്ത പാട്ടാണ്, പക്ഷെ അതായിരിക്കും ചിലപ്പം ഒരു 5 മിനിറ്റിൽ ചെയ്യുന്നതായിരിക്കും ആൾക്കാർക്ക് അത് കണക്ട് ആവുന്നത്. അതെ. ഇപ്പം സാറിനോട് ഇപ്പം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, അതായത് ഇപ്പം നമ്മളുടെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പം സിനിമയൊക്കെ എടുക്കുന്നതാണെങ്കിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്നത് വളരെയധികം. സാറിൻ്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്, സാറിന്റെ മകൻ ചോദിച്ച ഒരു ചോദ്യം, അത് എന്തേ കണ്ണന് കറുപ്പ് നിറം എന്നുള്ളത്. അപ്പം സാറിന്റെ ഒരു കാഴ്ചപ്പാടില് ഇപ്പം ഇനി പാട്ടുകളിലും ആ ഒരു വരികളിലും നമ്മൾ അത് എത്തിക്കേണ്ടതായിട്ടുണ്ടോ? സിനിമാ പാട്ടുകളിൽ എന്ന് വെച്ചാല് നമ്മളിപ്പോ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പാടുന്നതാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരില്ലേ? സോ സിനിമയുടെ ഒരു പ്രത്യേക സീനോ ഒരു പ്രത്യേക വരികളോ ആവണമെന്നില്ല അതിന്റെ ഡിസിസീവ് ആയിട്ടുള്ള. ടോട്ടൽ സിനിമയിൽ ഈ പാട്ടോ ഇല്ലെങ്കിൽ ഈ വരിയോ എന്താണ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഈ ക്യാരക്ടറോ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ചിലത് പൊളിറ്റിക്കലി എൻഡ് ഓഫ് ദി ഡേ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിരിക്കും, ചിലത് ആ സിനിമയ്ക്ക് വേണ്ടി പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആകുക എന്നുള്ള സിനിമയുടെ ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ആലോചിക്കും. പെട്ടെന്ന് എന്തിനും ഏതിനും എടുത്ത് കയറി ചോദ്യം ചെയ്യുന്നതിന് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ക്രിയേറ്റീവ് സ്പേസിൽ അതൊക്കെ കൂടുതൽ അത്രയ്ക്ക് എനർജറ്റിക് ആയിട്ട് വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. Yes! Oxygen Year End Sale. ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ എൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert.